വെറും 4 മാസം കൊണ്ട് 3 ലക്ഷം രൂപ ട്രേഡിംഗ് വഴി നഷ്ടപ്പെടുത്തിയ ഒരാൾ എന്നിട്ടും റുപ്പിമങ്കിനോട് നന്ദി പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമങ്ക് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. റുപ്പിമങ്കിന് ഈ അടുത്ത് ഒരു ഇമെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഇമെയിൽ ഞാനൊന്ന് മലയാളത്തിൽ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തരാം. എന്നിട്ട് ഞാൻ മുൻപ് പറഞ്ഞ കഥയിലേക്ക് തിരിച്ചു പോകാം. സാർ, ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഡാഷ് എന്നാണ് എൻ്റെ പേര്. ഡാഷ് എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു റിട്ടയേർഡ് കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ് ഞാൻ. എനിക്ക് ഷെയർ മാർക്കറ്റിലുണ്ടായ ഒരു മോശം അനുഭവം താങ്കളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 3 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എനിക്ക് പറ്റിയ മേഖല അല്ല എന്ന്. എൻ്റെ ഒരു തരത്തിലുള്ള അത്യാഗ്രഹവും അമിത ആത്മവിശ്വാസവും ഗാംബ്ലിംഗ് ആണ് ഷെയർ ട്രേഡിംഗ് എന്ന ഒരു ചിന്തയും കാരണം എനിക്ക് വന്ന നഷ്ടം വളരെ വലുതാണ്. എൻ്റെ പേരും സ്ഥലവും വയ്ക്കാതെ ഒരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അവരുടെ പണം നഷ്ടപ്പെടാതെ നോക്കാനാവുമെന്ന് എനിക്ക് കരുതുന്നുണ്ട്. താങ്കളിപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇത് സാറിന് ഞാൻ അയച്ചത് എന്ന്. അത് ഞാൻ അവസാനം പറയാം. 1 വർഷം മുമ്പ് റിട്ടയറായ ഒരാളാണ് ഞാൻ. അങ്ങനെ എനിക്ക് മറ്റുള്ള ഹോബികളോ പരിപാടികളോ ഒന്നുമില്ലാതെ ബോറടിച്ചിരിക്കുമ്പോഴാണ് ഷെയർ ട്രേഡിങ്ങിനെ പറ്റിയും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയൊക്കെയുള്ള വീഡിയോകൾ റുപ്പിമോങ്ക് അടക്കമുള്ള ചാനലുകളിൽ യൂട്യൂബിൽ കാണുന്നത്. നിങ്ങളെപ്പോലുള്ളവർ ട്രേഡ് ചെയ്യുന്നത് ശ്രദ്ധയോടെ വേണമെന്നും കാര്യങ്ങൾ പൈസ നഷ്ടപ്പെടാതെ നോക്കണമെന്നും പറയാറുണ്ട്. എങ്കിലും ഞങ്ങൾ പലരും അത് കാര്യമാക്കാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം അത് എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന്. വീഡിയോയിലൂടെ പറയാനും കേൾക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് എന്നുണ്ടെങ്കിലും പ്രായോഗികമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. താങ്കളുടെ ചാനലിലെയും മറ്റുള്ള ചാനലുകളിലെയും വീഡിയോകളടക്കം പലതും 4-5 മാസം ശ്രദ്ധയോടെ കണ്ടതിന് ശേഷമാണ് ഞാൻ ട്രേഡിംഗ് തുടങ്ങിയത്. ഞാൻ ആദ്യം ചെയ്തത് ഡേ ട്രേഡിംഗ് ആണ്. തുടർന്ന് ഞാൻ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് മാറി. പ്രാഥമികമായ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വന്ന വലിയൊരു നഷ്ടം ഒഴിവാക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് ഉറപ്പാക്കുന്നതിനായിട്ട് താങ്കൾക്ക് ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സെറോദയിൽ നിന്ന് എടുത്ത് അയക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് താങ്കൾക്ക് അയക്കുന്നതെന്ന് ഞാൻ ഇനി പറയാം. എനിക്ക് 7 ലക്ഷം രൂപ NCDയും ഒരു 10 ലക്ഷം രൂപ ട്രേഡിംഗ് ക്യാപിറ്റലുമാണ് ആദ്യമായിട്ടുണ്ടായിരുന്നത്. ആ ട്രേഡിംഗ് ക്യാപിറ്റലിൽ ഇപ്പോൾ ആകെ 13,000 രൂപയാണ് ഇപ്പോൾ ബാലൻസ് ഉള്ളത്. ജനുവരി 2021 താങ്കൾ പറഞ്ഞ പ്രകാരം ട്രേഡിംഗ് ക്യാപിറ്റലിൽ നിന്ന് 7 ലക്ഷം രൂപ പിൻവലിച്ച് മറ്റുള്ള നിക്ഷേപങ്ങൾക്ക് മാറ്റിയത് കൊണ്ട് ട്രേഡിംഗ് കൃത്യമായ ശേഷം മാത്രം പണം തിരികെ കൊണ്ടുവന്നാൽ മതി എന്നുള്ള താങ്കളുടെ ഉപദേശം അനുസരിക്കുക വഴി എനിക്ക് എൻ്റെ നഷ്ടം 3 ലക്ഷത്തിലടുത്ത് ആക്കി നിലനിർത്താനായിട്ട് സാധിച്ചു. അല്ല എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ 10 ലക്ഷം മൊത്തത്തിൽ, അതായത് ഇപ്പോഴുള്ള എൻ്റെ 7 ലക്ഷം കൂടെ നഷ്ടപ്പെട്ടു പോയേനെ. നമുക്ക് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ രാജുമോൻ എന്ന് വിളിക്കാം തൽക്കാലത്തേക്ക്, അല്ലേ? രാജുമോന് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലുള്ള നഷ്ടങ്ങൾ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. ഞാൻ ഈ മെയിൽ കിട്ടിയതിന് ശേഷം ഞാൻ രാജുമോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാജുമോൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒന്നാമത്തെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രേഡിങ്ങിൽ ഏർപ്പെടുമ്പോൾ ഇത്ര രൂപ റിസ്ക് അല്ലെങ്കിൽ ഇത്ര രൂപ സ്റ്റോപ്പ് ലോസ്, ഇത്ര രൂപ ടാർഗറ്റ് എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു രീതിയെ ഒരു തരത്തിൽ റിസ്ക് റിവാർഡ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ എത്ര നഷ്ടം സഹിച്ചിട്ടാണ് എത്ര രൂപ ഉണ്ടാക്കാൻ നോക്കുന്നത് എന്നുള്ളതാണ് റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 രൂപ റിസ്ക്കും 2-3 രൂപ റിവാർഡുമായിരുന്നു. അതായത് ഇദ്ദേഹം സ്റ്റോപ്പ് ലോസ് 10 രൂപ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ 10 രൂപ ആവുന്നത് വരെ അത് വെയിറ്റ് ചെയ്ത് 10 രൂപ നഷ്ടം സഹിക്കും. പക്ഷേ മേളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാൽ 2-3 രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് പൈസ പിൻവലിക്കായിരുന്നു. അപ്പോൾ ഒരു ട്രേഡ് നഷ്ടവും ഒരു ട്രേഡ് ലാഭവും ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ആളുടെ മൊത്തത്തിലുള്ള വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടമായിരിക്കും. 7 രൂപയോളം നഷ്ടമായിരിക്കും അല്ലേ. 10 രൂപ ആയതിൽ നഷ്ടപ്പെടുത്തി പിന്നെ 3 രൂപ നേടിക്കഴിഞ്ഞാൽ 7 രൂപ മൊത്തത്തിൽ നഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ റിസ്ക് റിവാർഡ് എപ്പോഴും റിസ്ക് കുറവും റിവാർഡ് കൂടുതലും എന്നുള്ള രീതിയിൽ വേണം. അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു റിവാർഡ് കിട്ടുമ്പോൾ ഉടനെ തന്നെ പോയി അത് ബുക്ക് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ആ ഒരു റിസ്ക് റിവാർഡ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന കാര്യം. രണ്ടാമതായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി. അതായത് ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഇപ്രാവശ്യം ഹെഡ് കിട്ടിയെന്ന് കരുതുക. അപ്പം നമ്മളെപ്പോഴും വിചാരിക്കും അടുത്ത തവണ എന്തുണ്ടാവും, ടെയില് വരുമെന്ന്. വീണ്ടും ഹെഡ് വരും. വീണ്ടും നമ്മൾ വിചാരിക്കും എന്താണ്, ഇപ്പോൾ 2 പ്രാവശ്യം ഹെഡ് വന്നു, 3ാമത്തെ പ്രാവശ്യം ട്രെയിൽ വന്നേക്കാമെന്ന്. അപ്പോൾ ഓരോ തവണയും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ രീതിയിൽ തന്നെ വരും എന്നുള്ള രീതിയിൽ ഒരു ഗാംബ്ലിംഗ് നടത്തുക എന്നുള്ള രീതിയിൽ ട്രേഡിങ്ങിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് ഫലം. അപ്പോൾ അതിനെയാണ് ഈ ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറയുക. അപ്പോൾ ഓരോ തവണയും നിങ്ങൾ എത്ര തവണ ട്രേഡിംഗ് നടത്തി നഷ്ടം വന്നാലും നിങ്ങൾക്ക് അടുത്ത തവണ ലാഭം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓരോ ട്രേഡും ഓരോന്നാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ ട്രേഡും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ റിസ്ക്കും റിവാർഡുമുള്ള കാര്യമാണ്. അതുകൊണ്ട് 1ാമത്തെ ട്രേഡായാലും 100ാമത്തെ ട്രേഡായാലും 1 മുതൽ 100 വരെയുള്ള ട്രേഡുകളെല്ലാം നഷ്ടം വന്നാലും 101ാമത്തെ ട്രേഡ് ലാഭം കിട്ടണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അപ്പോൾ ഓരോ ട്രേഡും നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രേഡിംഗ് സെറ്റപ്പിന് അനുസരിച്ച് നമ്മളുടെ ഒരു സ്ട്രാറ്റജിക്ക് അനുസരിച്ച് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക, എന്നിട്ട് ലാഭം എടുക്കുക എന്നുള്ളതായിരിക്കും നന്നാവും. അതാണ് ഈ ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറയുന്നത്. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിവെഞ്ച് ട്രേഡിംഗ് നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതായത് കാലത്ത് വന്നിട്ട് വലിയൊരു ചിന്തയൊന്നുമില്ലാതെ അദ്ദേഹം രാജ്മോഹൻ ഒരു ട്രേഡ് അങ്ങ് നടത്തും. അത് നഷ്ടത്തിൽ വരുമ്പോൾ അത് എന്തുകൊണ്ട് നഷ്ടം വന്നു, അല്ലെങ്കിൽ അത് എങ്ങനെ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് ചിന്തിക്കുന്നതിന് പകരം ആ നഷ്ടം നികത്താനായിട്ട് അദ്ദേഹം വളരെ ഹാർഡായിട്ട് പരിശ്രമിച്ചിരുന്നു. അത് വീണ്ടും വീണ്ടും നഷ്ടങ്ങളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതാണ് ഈ റിവെഞ്ച് ട്രേഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രശ്നം കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രശ്നം കൂടെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. അതായത് 200-ലധികം ട്രേഡൊക്കെ എടുത്തിട്ടുള്ള ദിവസം ഉണ്ടെന്ന്. അതായത് 2 കോടിയോളം ടേൺ ഓവർ ഉള്ള രീതിയിലുള്ള ട്രേഡ് വരെ ഓരോ ദിവസവും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സെറോദയുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം 65,000 രൂപയൊക്കെയാണ് സെറോദ ഇതുവരെ കമ്മീഷനായിട്ട് സെറോദയ്ക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നമ്മൾ എത്രയും ട്രേഡിങ് നടത്തുന്നു. ഇപ്പോൾ ഒരു ഓപ്ഷൻ്റെ ഒരു കോൺട്രാക്റ്റ് നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോട്ടിന് എത്രയാണ്, 20 രൂപയാണ് ചാർജ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ട്രേഡിന് 20 രൂപയാണ്. ബൈ ചെയ്യുമ്പോൾ 20, സെല്ല് ചെയ്യുമ്പോൾ 20. അപ്പോൾ അങ്ങനെ നമ്മൾ എത്രയും കൂടുതൽ ട്രേഡിങ് ചെയ്യുന്നു, ഓവർ ട്രേഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലുമാണ്. അതോടൊപ്പം തന്നെ കമ്മീഷനും ചാർജുകളും ഒക്കെ കൊടുക്കാനുള്ള കാര്യവും കൂടുതലാണ്. പിന്നെ മറ്റൊരു പ്രശ്നം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ആദ്യകാലത്തായിരുന്നു കേട്ടോ അദ്ദേഹം. അതായത് ഈ ഡേ ട്രേഡിംഗ് നടത്തുന്ന സമയത്ത് അദ്ദേഹം സ്റ്റോപ്പ് ലോസ് ഇല്ലാതെയായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് വന്നാൽ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ നോക്കിയിരുന്നു. പക്ഷേ അത് വീണ്ടും വീണ്ടും താഴേക്ക് പോയി. അങ്ങനെ അത് വളരെ നഷ്ടത്തിലേക്ക് കലാശിച്ചു. ഒരു ഉദാഹരണമായിട്ട് കോറമാൻഡൽ ഇൻഡസ്ട്രീസോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഷെയറിൽ അദ്ദേഹം എന്തോ ഒരു ന്യൂസ് കണ്ട് ഷോർട്ട് സെല്ല് ചെയ്തു. അത് ഇപ്പോൾ താഴേക്ക് വരുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്ന് അവസാനം 60,000 രൂപയാണ് ആ ട്രേഡിൽ അദ്ദേഹത്തിന് നഷ്ടം വന്നത്. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് എപ്പോഴും നമ്മളുടെ ഒരു 1%, 2% ഒക്കെ ആയിട്ട് നിജപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ഒരു 1000 രൂപ നഷ്ടത്തിൽ പുറത്ത് കിടക്കേണ്ടതിന് വരും 60,000 രൂപയ്ക്ക് നഷ്ടം വന്നു. മനസ്സിലായില്ലേ? അത് ആദ്യകാലത്ത് അദ്ദേഹം ചെയ്തിരുന്നു. അതേസമയം ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് അദ്ദേഹം മാറിയപ്പോൾ എന്താണ്ടായെന്ന് വെച്ചാൽ ഹെഡ്ജ് ചെയ്യാതെ നേക്കഡ് ഓപ്ഷൻസ് എടുത്തു എന്നുള്ളതാണ്. നേക്കഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കിയിട്ട് ഒരു കോളോ പുട്ടോ വാങ്ങുക എന്നുള്ളതിനെയാണ്, വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഈ നേക്കഡ് ഓപ്ഷൻസ് എന്ന് പറയുക. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് ഭയങ്കര ലാഭം കിട്ടും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലല്ല മാർക്കറ്റ് പോകുന്നതെങ്കിൽ വളരെയധികം നഷ്ടവും വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഹെഡ്ജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നഷ്ടം ഒരു ലിമിറ്റിൽ നിർത്താനായിട്ട് ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ
സാധിക്കും. അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് എന്നെക്കൊണ്ട് സഹായിക്കുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. വാട്സപ്പ് നമ്പർ 8848030018 ആണ്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം തെറ്റായിട്ടുള്ളൊരു ട്രേഡ് എടുത്താലും ഇങ്ങനെ നഷ്ടം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്, തിരിച്ചു വരണേ എന്നുള്ളത്. പക്ഷേ പ്രാർത്ഥന എല്ലായ്പ്പോഴും ഗുണം ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക മാത്രമാണ്, അതിനനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ട്രേഡിങ്ങിൽ നഷ്ടമില്ലാതെ ഇരിക്കാനോ അല്ലെങ്കിൽ ലാഭം നേടാനോ ഉള്ള മാർഗം. പിന്നെ മറ്റൊരു പ്രശ്നം ഞാൻ കണ്ടതും കൂടെ പറഞ്ഞുതരാം. അതായത് 9:15 ആകുമ്പോൾ തന്നെ അദ്ദേഹം ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 9:15, 9:16 9:15 ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രശ്നം എന്താ? 9:15 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെയധികം വോളട്ടൈലായിരിക്കും. നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം ഒരു 9:25 അല്ലെങ്കിൽ 9:30 ശേഷം നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർ ട്രേഡ് ചെയ്യാൻ ഇറങ്ങുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേട്ടോ. ആസ്ക് RupeeMonk സർവീസിൻ്റെ പെയ്ഡ് ആയിട്ടുള്ള മെമ്പേഴ്സിന് പ്രത്യേകിച്ചും അല്ലെങ്കിൽ സാധാരണ മെമ്പേഴ്സിനും ഞാൻ ബഡ്ജറ്റ് ദിവസം ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് ദിവസം നമ്മളപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് പറ്റിയ ദിവസമല്ല, അന്ന് ട്രേഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇദ്ദേഹം നമ്മളുടെ ഒരു മെമ്പറൊക്കെയാണ്, പക്ഷേ ഇദ്ദേഹം അത് കേട്ടൊക്കെ ഇരുന്നു. പക്ഷേ ബഡ്ജറ്റ് ദിവസം ട്രേഡ് ചെയ്തു. 49,000 രൂപയാണ് ബഡ്ജറ്റ് ദിവസത്തെ നഷ്ടം. അപ്പോൾ നമ്മൾ ഈ വീഡിയോകളിലൂടെ പറയുന്ന കാര്യങ്ങൾ ലോജിക്കലി ശരിയാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് മുഖവിലേക്ക് എടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. നമ്മളുടെ പണം നഷ്ടപ്പെടാതിരിക്കുന്നെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഒരു അത്യാഗ്രഹമായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗാംബ്ലിംഗ് എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യുക, റിവെഞ്ച് ട്രേഡ് ചെയ്യുക, ഓവർ ട്രേഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നേക്കഡ് ഓപ്ഷൻസ് വെച്ചിട്ട് ചെയ്യുക, പിന്നെ പകുതി അറിവോടുകൂടി മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഓപ്ഷൻസ് എന്താണെന്ന് കുറച്ച് പഠിച്ചു, ഉടനെ ഓപ്ഷൻസ് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങി കുറേ കാശ് നഷ്ടപ്പെടുത്തി. അപ്പോൾ 3 ലക്ഷം രൂപ വെറും 13,000 രൂപയായി മാറാൻ വലിയ താമസമൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 4 മാസം കൊണ്ട് ആ 3 ലക്ഷം രൂപ 13,000 രൂപയായിട്ട് മാറിയതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അതിനുശേഷം അദ്ദേഹം നമ്മളെ ജനുവരിയിൽ വിളിച്ചിരുന്നു കേട്ടോ. ജനുവരിയിൽ അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ 10 ലക്ഷം രൂപ നിങ്ങൾ ഇതിൽ കണ്ടിന്യൂ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 10 ലക്ഷം പോവും. നിങ്ങൾക്കൊരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട്, ഇപ്പോൾ അത് ചിലപ്പോൾ ഒരു 3 ലക്ഷമാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ട്രേഡിംഗ് അക്കൗണ്ടിൽ നിർത്തിയിട്ട് അത് മാത്രം ട്രേഡിങ്ങിനായിട്ടും ബാക്കിയുള്ളത് നിങ്ങൾ ഒരു സേവിങ്സ് അക്കൗണ്ടിലോ ഫിക്സഡിലോ അല്ലെങ്കിൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിലോ എവിടെയാണെങ്കിലും ഇടൂ എന്നുള്ള രീതിയിൽ ഞാനൊരു അഭിപ്രായം കൊടുത്തു. അതെങ്കിലും അദ്ദേഹം കേട്ടു എന്നുള്ളത് അദ്ദേഹത്തിന് ആ 7 ലക്ഷം രൂപ സേവ് ചെയ്യാനായിട്ട് സഹായിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ അദ്ദേഹം പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അത് തിരിച്ചു വന്ന് അദ്ദേഹത്തിന് നഷ്ടങ്ങൾ റിക്കവർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്കറിയാം ഇത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ നഷ്ടമൊന്നുമല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഇതൊരു നല്ലൊരു സ്റ്റഡി യൂസ് കേസാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. എല്ലാവർക്കും മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുള്ളായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതങ്ങനെ പറയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് സർവീസ് ആയിട്ടുള്ള ആസ്ക് RupeeMonk സർവീസിലേക്ക് കോൺടാക്ട് ചെയ്യുക. 8848030018 ആണ് നമ്പർ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. കൃത്യമായിട്ടുള്ള അറിവോടെ അല്ലാതെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഈ മെസ്സേജ് ഒന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടെ അത് ഉപകാരമായി.